ഒരിടത്ത് ട്രൂമാൻ ബർബാങ്ക് എന്നൊരാൾ ജീവിച്ചിരുന്നു. സിയേവൻ എന്നൊരു കൊച്ചു പട്ടണമായിരുന്നു അയാളുടെ ലോകം. അയാൾക്ക് സുന്ദരിയായൊരു ഭാര്യയുണ്ട്, നല്ലൊരു ജോലിയുണ്ട്, ആവശ്യത്തിന് പണവും കിട്ടുന്നുണ്ട്. എന്നും ഒരേപോലെയുള്ള ജീവിതം. രാവിലെ ഉണരുന്നു, ജോലിക്കു പോകുന്നു, തിരിച്ച് വീട്ടിലെത്തുന്നു. അയാൾ ചുറ്റും കാണുന്ന ആൾക്കാർ പോലും ഒരേപോലെ. എന്നാൽ ട്രൂമാൻ അറിയാത്ത വലിയൊരു രഹസ്യം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അയാൾ ജീവിക്കുന്നത് ഒരു യഥാർത്ഥ ലോകത്തിലായിരുന്നില്ല. അതൊരു റിയാലിറ്റി ഷോ ആയിരുന്നു. ട്രൂമാൻ ജനിച്ച നാൾ മുതൽ ഈ നിമിഷം വരെയുള്ള അയാളുടെ ജീവിതം ഒരു ടെലിവിഷൻ പരമ്പരയായി ചിത്രീകരിക്കപ്പെടുന്നുണ്ടായിരുന്നു. അയാളുടെ ഓരോ ചലനവും ലോകം മുഴുവൻ ഒരു റിയാലിറ്റി ഷോയായി കണ്ടു. അയാളുടെ ജീവിതം മുഴുവൻ ക്യാമറകൾ പിന്തുടരുന്നുണ്ടായിരുന്നു. പക്ഷെ ട്രൂമാൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ട്രൂമാന്റെ ഭാര്യ ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവരും കഥാപാത്രങ്ങളായി അഭിനയിക്കുകയായിരുന്നു. സിയേവൻ എന്ന പട്ടണം ഒരു വലിയ സ്റ്റുഡിയോയുടെ ഉള്ളിലുണ്ടാക്കിയതാണ്. ഷോയുടെ സംവിധായകനായ ക്രിസ്റ്റോഫ് ഉണ്ടാക്കിയ ലോകമായിരുന്നു അത്. പണ്ട് കാമുകിയായിരുന്ന സിൽവിയ ഇതെല്ലാം നാടകമാണെന്ന് അയാളോട് പറയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഷോയുടെ അണിയറ പ്രവർത്തകർ സിൽവിയയെ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്താക്കുന്നു. യഥാർത്ഥത്തിൽ ട്രൂമാന്റെ ഭാര്യയായി അഭിനയിക്കാൻ വേണ്ടി വന്ന ആളായിരുന്നു സിൽവിയ. പക്ഷേ കൂടുതൽ അടുത്തപ്പോൾ ട്രൂമാനോട് ഷോ ക്രിയേറ്റേഴ്സ് ചെയ്യുന്നത് ക്രൂരതയാണെന്ന തോന്നലുണ്ടാകുന്നു. അതുകൊണ്ടാണ് ട്രൂമാനെ സഹായിക്കാൻ സിൽവിയ ശ്രമിച്ചത്. എങ്കിലും ട്രൂമാൻ തന്നെ തേടിവരുമെന്ന് സിൽവിയ വിശ്വസിച്ചു. ഒരു ദിവസം ആകാശത്തുനിന്ന് ഒരു ലൈറ്റ് അയാളുടെ മുന്നിൽ പൊട്ടിവീണു. അയാളത് വലിയ കാര്യമാക്കിയില്ല. ഒരിക്കൽ ട്രൂമാൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ റേഡിയോ തകരാറിലായി. അപ്പോൾ ഷോയുടെ അണിയറപ്രവർത്തകർ സംസാരിക്കുന്നത് അയാൾ കേൾക്കുന്നു. ട്രൂമാൻ എവിടേക്കാണ് പോകുന്നതെന്നും എന്തു ചെയ്യുന്നുവെന്നും അവർ സംസാരിക്കുന്നത് അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഇത് ട്രൂമാനിൽ ചില സംശയങ്ങൾ ഉളവാക്കി. ചെറുപ്പത്തിൽ അച്ഛനോടൊപ്പം കടലിൽ പോയപ്പോൾ ഒരു തിരമാലയിൽപ്പെട്ട് ട്രൂമാന്റെ അച്ഛൻ മുങ്ങി മരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു സെറ്റപ്പായിരുന്നു. സ്റ്റുഡിയോ ഒരു ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ട്രൂമാന് കടലിനോട് പേടിയുണ്ടാക്കി അയാളെ ഷോയുടെ ലോകത്ത് തളച്ചിടാൻ വേണ്ടിയുണ്ടാക്കിയ ഒരു കള്ളക്കഥ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ ആ ഷോയിലേക്ക് തിരികെ വരുന്നു. ഇതോടെ താൻ ജീവിക്കുന്നത് ഒരു കൃത്രിമ ലോകത്തിലാണെന്ന് ട്രൂമാൻ വീണ്ടും സംശയിക്കുന്നു. തന്റെ ജീവിതത്തിൽ എന്തോ പന്തികേടുണ്ടെന്ന് സംശയം തോന്നിയ ട്രൂമാൻ ഒരു ദിവസം അപ്രതീക്ഷിതമായി മറ്റൊരു ബിൽഡിംഗിലെ ലിഫ്റ്റിൽ കയറുന്നു. റേഡിയോയിൽ കേട്ട കാര്യങ്ങളും ആകാശത്തുനിന്ന് ലൈറ്റ് വീണതുമെല്ലാം അയാളുടെ സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. ഇതെല്ലാം വെറും യാദൃശ്ചിക സംഭവങ്ങളല്ല, മറിച്ച് തന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ലിഫ്റ്റിൽ കയറുന്നതിനു മുമ്പ് തന്നെ പലതവണ അയാൾക്ക് പല കാര്യങ്ങളിലും സംശയം തോന്നിത്തുടങ്ങിയിരുന്നു. ലിഫ്റ്റിൽ ക്രൂ മെമ്പർമാരെ കണ്ടതോടെ ആ സംശയം ഒരു ഉറപ്പായി മാറുകയായിരുന്നു.